ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പിന്റെ 37-ാം ദിവസം വന്നിരിക്കുകയാണല്ലോ. പുതിയൊരു ദിവസം കൂടി ദാനമായി തന്ന ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ചിന്താവിഷയം ക്രിസ്തു ശരീരമായ സഭ, ചേർച്ച് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നതാണ്. അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം 27-ാം വാക്യമാണ്. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളുമാകുന്നു. ശരീരം യഥാർത്ഥത്തിൽ ഒരു വീണയാണ്. ഒത്തിരി മുറിക്കിയാൽ വല്ലാതെ മുറുകി തന്ത്രികൾ പൊട്ടിപ്പോകും. അഴിച്ചാലോ നമ്മളിൽ നിന്ന് സംഗീതം കേൾക്കാനും സാധിക്കില്ല. 4 ചിന്തകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, ക്രിസ്തു സഭയുടെ തല. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 23-ാം വാക്യത്തിൽ ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. തല അതിന്റെ ശരീരത്തെ നിയന്ത്രിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് പോലെ ക്രിസ്തുവും സഭയെ നയിക്കുന്നു. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? ക്രിസ്തു ആകുന്ന തലയുടെ നിയന്ത്രണത്തിലും നേതൃത്വത്തിലും നടക്കേണ്ടുന്നവരാണ് വിശ്വാസികളായ നാം ഓരോരുത്തരും. രണ്ടാമതായി, വിശ്വാസികൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ. നാം കുറിവാക്യമായി വായിച്ചു കേട്ട വാക്യം ഓരോ വിശ്വാസിയും സഭയുടെ ഒരു അവയവമാണെന്ന് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. കൈകൾക്കും കാലുകൾക്കും അവയുടെ അതാത് പ്രവർത്തനമുള്ളതുപോലെ സഭയിലെ ഓരോ വ്യക്തികൾക്കും ദൈവം നൽകിയ വ്യത്യസ്തമായ കരുത്തുകളും വരദാനങ്ങളുമുണ്ട്. നമ്മിൽ ആരും തന്നെ ദൈവസന്നിധിയിൽ അവഗണിക്കപ്പെടുന്നവരല്ല. മൂന്നാമതായി, ഐക്യവും സ്നേഹവുമുള്ള സഭ. ഒരു ശരീരത്തിലെ എല്ലാ അവയവങ്ങളും നല്ല കൂട്ടായ്മയോടെ പ്രവർത്തിക്കണം. അതുപോലെയാണ് സഭയും. സഭ ഐക്യത്തോടും സ്നേഹത്തോടും മുന്നോട്ടു പോകണം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 35-ാം വാക്യത്തിൽ പറയുന്നത് പോലെ തമ്മിൽ സ്നേഹിക്കുന്നവർ കർത്താവിന്റെ ശിഷ്യന്മാരാകുന്നു. സഭയിൽ പരസ്പര സ്നേഹവും സഹകരണവും ഉണ്ടാകുമ്പോൾ മാത്രമേ ക്രിസ്തുവിന്റെ മഹത്വം പ്രസരിപ്പിക്കാനാകൂ. 4-ാമത്തെ ചിന്തയായി, സഭയുടെ ദൗത്യവും നമ്മുടെ കടമയും. ക്രിസ്തുവിന്റെ ദൗത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സഭയുടെ ഉത്തരവാദിത്വമാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ പറയുന്നത് പോലെ എല്ലാ ജാതികളെയും ശിഷ്യരാക്കുക എന്നതാണ് നമ്മുടെ കടമ. സഭ ഈ ദൗത്യത്തിൽ മുന്നേറുമ്പോൾ ക്രിസ്തുവിന്റെ ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടും. മടങ്ങിപ്പോകുന്നതിന്റെ തലേ രാത്രിയാണ് യേശു ക്രിസ്തു തന്റെ ശരീരം കൈമാറിയത്. ബോഡി വേഴ്സസ് പാർട്ടിംഗ് ഗിഫ്റ്റ്. അത്താഴമേശയിൽ വെച്ച് യേശു പറഞ്ഞു, ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണ്. ഏതൊരു ബന്ധത്തിന്റെയും ഒടുവിലേക്ക് കരുതി വെക്കേണ്ട ഒരു സമ്മാനമാണ് ശരീരമെന്ന് യേശു നമ്മെ ഇവിടെ പഠിപ്പിക്കുകയാണ്. ശരീരത്തിന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ വാഴ്ത്താണിത്. ശരീരം ദൈവം വസിക്കുന്ന ആലയമാണ്. ക്രിസ്തുവിന്റെ ശരീരത്തെ അപ്പവും വീഞ്ഞുമായി തിരിച്ചറിയുക. നാം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളായി തീർന്നതിനാൽ ക്രിസ്തുവിൽ നമുക്ക് നമ്മുടെ ജീവിതം സമർപ്പിക്കാം. സഭയെ കൂടുതൽ ശക്തിപ്പെടുത്താം. ക്രിസ്തുവിന്റെ സ്നേഹം ലോകത്തിൽ പ്രചരിപ്പിക്കാം.
അപ്രകാരം ക്രൂശിനോടടുക്കുന്ന ഈ നാളുകളിൽ ക്രിസ്തുവിന്റെ ശരീരമായ സഭ എന്ന മഹത്വകരമായ ദാനത്തിൽ നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.